നമസ്കാരം. രണ്ടാം ദിവസം വീണ്ടും ഒരു വൺ വേ മാച്ചായിട്ട് മാറിയിരിക്കുകയാണ്. പക്ഷേ ഇന്നലത്തെ ദിവസമൊക്കെയായിട്ട് മെച്ചപ്പെട്ടൊരു കാര്യം നമ്മൾ കാണികൾക്ക് തരാനായിട്ട് സാധിച്ചു. ഒന്ന്, ധ്രുവ് ജുറേലിൻ്റെ ബാറ്റിംഗ്, രവീന്ദ്ര ജഡേജയുടെ ബാറ്റിംഗ് ആൻഡ് കെ എൽ രാഹുൽ, ഈ മൂന്ന് പേരുടെയും സെഞ്ചുറി എന്ന് പറയുന്ന ഒരു നല്ലൊരു കാര്യം നമ്മൾ കാണികൾക്ക് കാണാനായിട്ട് സാധിച്ചു. അതിനകത്ത് തന്നെ ധ്രുവ് ജുറേലിൻ്റെ ബാറ്റിംഗ്, ബ്യൂട്ടിഫുൾ ബാറ്റിംഗ്, ടെസ്റ്റ് ക്രിക്കറ്റ്. അതായത് നമുക്ക് ബാക്കിയെല്ലാം മാറ്റി നിർത്തിയാൽ ധ്രുവ് ജുറേലിൻ്റെ ബാറ്റിംഗ് മാത്രം കണ്ടിരിക്കാൻ തന്നെ ഒരു രസമായിരുന്നു. അപ്പോൾ അതുകൊണ്ട് തന്നെ ആ ഒരു കാര്യത്തിൽ ഇന്നത്തെ ദിവസം ആദ്യത്തെ ദിവസത്തെക്കാട്ടിലും മെച്ചപ്പെട്ടതായിരുന്നു. ധ്രുവ് ജുറേലിൻ്റെ ബാറ്റിംഗ് ഒരു രക്ഷയില്ലായിരുന്നു. അതായത് സോളിഡ് ഡിഫൻസ് ടെക്നിക്സ്, അതുപോലെ തന്നെ അഗ്രസീവായിട്ട് കളിക്കാൻ പറ്റുന്ന ഒരു പ്രോപ്പർ ബാറ്റ്സ്മാൻ, പ്രോപ്പർ ടെസ്റ്റ് ക്രിക്കറ്റ് ബാറ്റ്സ്മാനായിട്ട് ധ്രുവ് ജുറേൽ ഇന്ത്യക്ക് യൂസ് ചെയ്യുക എന്നുള്ള കാര്യത്തിൽ പ്രൂവ് ചെയ്തിരിക്കുന്നു. ഓൾറെഡി ഇംഗ്ലണ്ടുമായിട്ടുള്ളൊരു നല്ല ഇന്നിങ്സ് കളിച്ചിട്ടുണ്ട്. പക്ഷേ ഇതിപ്പോൾ വെസ്റ്റ് ഇൻഡീസുമായിട്ടാണെന്നുള്ളത് കൂട്ടണ്ട. ഇന്നലെ ഞാൻ പറഞ്ഞിരുന്നു. ഇപ്പോൾ ഇതുപോലെ തന്നെയായിരുന്നു സായി സുദർശൻ ഒരു അവസരമായിരുന്നു. അത് ധ്രുവ് ജുറേൽ രണ്ട് കൈ നീട്ടിയ അവസരം സ്വീകരിച്ചു. ഒരു സെഞ്ചുറി എന്ന് പറയുമ്പോഴത്തേക്ക് ഒട്ടും വെസ്റ്റ് ഇൻഡീസ് ആയതുകൊണ്ട് ഒട്ടും മോശമൊന്നുമല്ല. വെസ്റ്റ് ഇൻഡീസിനെതിരെ ആയാലും ഏതൊരാൾക്കെതിരെ ആയാലും ടെസ്റ്റ് ക്രിക്കറ്റിലൊരു സെഞ്ചുറി അതൊരു വലിപ്പം തന്നെയാണ്. കുറച്ച് മുന്നിലേക്ക് പോയിട്ട് തിരിഞ്ഞു നോക്കുമ്പോൾ ഇതൊരു സെഞ്ചുറി ആയിട്ട് തന്നെ കൂട്ടും. അവസരം നന്നായിട്ട് മുതലെടുത്തു ധ്രുവ് ജുറേൽ. ഇതിൽ വെസ്റ്റ് ഇൻഡീസ് ബോളേഴ്സ് അത്ര മോശമായിട്ടൊന്നുമല്ല ബോൾ ചെയ്തത്. നല്ല രീതിയിൽ ചലഞ്ചസ് കൊടുക്കുന്നുണ്ടായിരുന്നു വെസ്റ്റ് ഇൻഡീസിൻ്റെ സ്പിന്നേഴ്സ്. പക്ഷേ അതിൻ്റെ ഇടയിലും ധ്രുവ് ജുറേൽ പ്രത്യേകിച്ച് ഒരു ഫ്ലോസ് ഇല്ലാത്തൊരു ഇന്നിങ്സ്, അങ്ങനെ എടുത്തു പറയാനായിട്ട് അങ്ങനെ ഒരു മോശം സംഭവങ്ങളൊന്നുമില്ല. വളരെ പെർഫെക്റ്റ് എന്ന് പറയാൻ പറ്റുന്ന ഒരു ഓൾമോസ്റ്റ് പെർഫെക്റ്റ് എന്ന് പറയാൻ പറ്റുന്ന ഒരു ഇന്നിങ്സ് ആയിരുന്നു. ഷോട്ട്സൊക്കെ ഒരു രക്ഷയില്ല. പ്രോപ്പർ ബാറ്റ്സ്മാൻ ആണ് കേട്ടോ, പ്രോപ്പർ ബാറ്റ്സ്മാൻ. ഡ്രൈവ് ആയാലും ശരി, പുള്ളായാലും ശരി, 360 ഡിഗ്രിയിൽ പുള്ളിക്ക് കളിക്കാനുള്ള, അതായത് നമ്മൾ T20 360 അല്ല, പക്ഷേ ഓൾ അറൗണ്ട് ദ ഗ്രൗണ്ട് കളിക്കാനുള്ള കേപ്പബിലിറ്റി ഉണ്ട്. അതും പ്രോപ്പർ ക്രിക്കറ്റിംഗ് ഷോട്ട്സ് കളിക്കാനുള്ള കേപ്പബിലിറ്റി ഉണ്ട്. സോളിഡ് ആയിട്ടുള്ള ഡിഫൻസാണ്. അതുപോലെ തന്നെ അഗ്രസീവ് ആവേണ്ട സമയത്ത് അഗ്രസീവ് ആവാനുള്ള ഷോട്ട്സും കയ്യിലുണ്ട്. സോ ഇന്ത്യ ഭാവിയിലേക്ക് ഇതൊരു നമ്പർ 3 ബാറ്റ്സ്മാനായിട്ട് ധ്രുവ് ജുറേലിനെ കാൽക്കുലേറ്റ് ചെയ്യുമോ, അതോ ഇനി ഋഷഭ് പന്തിന് പുറകെ ഒരു ബാക്കപ്പായിട്ട് തന്നെ ധ്രുവ് ജുറേൽ ഇനി മുന്നോട്ട് ഇരിക്കുമോ എന്നുള്ള കാര്യം എനിക്കറിയില്ല. ഇപ്പോൾ നമ്പർ 6 ബാറ്റ്സ്മാനായിട്ടാണ് കളിക്കുന്നത് ഋഷഭ് പന്തിന് പകരമായിട്ട്. പക്ഷേ ഈ അവസരം ഇത്രയും നന്നായിട്ട് കളിക്കുന്ന ഒരു പ്ലെയറിനെ സംബന്ധിച്ച് അവസരം കിട്ടേണ്ടതാണ്. നമ്പർ 3 ഈ സായി സുദർശനും ദേവദത്ത് പടിക്കലും ഇങ്ങനെ വീണ്ടും പരാജയപ്പെട്ടുകൊണ്ടിരുന്നു കഴിഞ്ഞാൽ നമ്പർ 3 എന്ന് പറഞ്ഞൊരു പൊസിഷൻ ഇന്ത്യക്ക് വേണ്ടിയിട്ട് ഇങ്ങനെ ഒരു ചലഞ്ചായിട്ട് നിന്ന് കഴിഞ്ഞാൽ ഡെഫിനറ്റ്ലി ധ്രുവ് ജുറേൽ നമ്പർ 3 കളിക്കാൻ പറ്റുന്ന ടെക്നിക്കലി ക്വാളിറ്റി ഉള്ളൊരു ബാറ്റ്സ്മാൻ ആണെന്നുള്ള കാര്യത്തിൽ യാതൊരു സംശയമില്ല. സോ ധ്രുവ് ജുറേൽ 125 റൺസ് 210 ബോളിലാണ്. ഇനി നമ്മളുടെ നമ്പർ 1 ഓൾറൗണ്ടർ ഫോർ എ റീസൺ രവീന്ദ്ര ജഡേജ. എന്താ പറയുന്നത്, ഇംഗ്ലണ്ടിൽ നിന്ന് ആ ഒരു പെർഫോമൻസ് അങ്ങനെ എടുത്തുകൊണ്ട് വന്ന് ഇപ്പോൾ വെസ്റ്റ് ഇൻഡീസുമായിട്ടും ഇങ്ങനെ കണ്ടിന്യൂസ് ആയിട്ട് പുള്ളി പെർഫോം ചെയ്തുകൊണ്ടേയിരിക്കുകയാണ്. ഒരു സെഞ്ചുറി. അതുപോലെ തന്നെ കെ എൽ രാഹുലിൻ്റെ കാര്യം ഇവിടെ മിസ്സാവാൻ പാടില്ല. കെ എൽ രാഹുൽ, ഇറ്റ് വാസ് ബ്യൂട്ടിഫുൾ. ഇന്നലെ കെ എൽ രാഹുൽ കളിച്ച ഇന്നിങ്സിൻ്റെ ഇമ്പോർട്ടൻസ് എന്ന് വെച്ചാൽ ഈ വെസ്റ്റ് ഇൻഡീസ് അത്ര ചലഞ്ച് ചെയ്തു എന്നല്ല പറയുന്നത്. പക്ഷേ ഒരു നിമിഷത്തെ ഫോക്കസ് നഷ്ടപ്പെട്ടാൽ, അല്ലെങ്കിൽ കുറച്ചൊരു സെഷനിലെ ഇതുകൊണ്ട് ഇന്ത്യ വേണമെങ്കിൽ ഈ ഒരു ഡോമിനേഷൻ ഇല്ലാതെ പോയേനെ, ഒരു ചലഞ്ച് വെസ്റ്റ് ഇൻഡീസിന് തരാൻ പറ്റിയേനെ. പക്ഷേ ആ ഒരു ഇതിനെ തടഞ്ഞു നിർത്തിയത് തീർച്ചയായിട്ടും കെ എൽ രാഹുലിൻ്റെ ഇന്നലത്തെയും അതുപോലെ തന്നെ ഇന്നത്തെയും ഇന്നിങ്സാണ്. ശുഭ്മാൻ ഗിൽ ഒരു 50 അടിച്ചു. ആൻഡ് അഗെയിൻ ജഡേജയിലേക്ക് വന്നു. ജഡേജ ഒരു ഹിസ്റ്റോറിക് ആയിട്ടുള്ള ഒരു അച്ചീവ്മെൻ്റ് അടുത്തേക്കാണ് നാളത്തേക്ക് പോകുന്നത്. ഒരു 10 റൺസും കൂടെ അടിച്ചു കഴിഞ്ഞാൽ വേൾഡ് ക്രിക്കറ്റ് ടെസ്റ്റ് ക്രിക്കറ്റിൽ ഇതുവരെ എനിക്കൊന്ന് ഇതിനു മുമ്പ് 3 പേര് മാത്രം അച്ചീവ് ചെയ്തിട്ടുള്ളൊരു കാര്യമാണ്. ഒന്ന് കപിൽ ദേവ്, 2 വെത്തോറി, അതല്ലാതെ ബോത്തം. ഇവർ 3 പേര് മാത്രം അച്ചീവ് ചെയ്തിട്ടുള്ളൊരു അച്ചീവ്മെൻറ്റിലേക്കാണ് രവീന്ദ്ര ജഡേജ നാളെ നടന്നെടുക്കുന്നത്. അതായത് 4000 റൺസും 300 ടെസ്റ്റ് വിക്കറ്റും ഉള്ള ഒരു ഓൾറൗണ്ടർ എന്നുള്ളൊരു അച്ചീവ്മെൻറ്റ്, ഹിസ്റ്റോറിക് ആയിട്ടുള്ളൊരു അച്ചീവ്മെൻറ്റ്. സത്യം പറഞ്ഞാൽ രവീന്ദ്ര ജഡേജ നമ്മൾ വിരാട് കോഹ്ലിക്കോ അല്ലെങ്കിൽ രോഹിത് ശർമ്മയ്ക്കോ ഒന്നും കൊടുക്കുന്ന ഒരു താരപദവിയൊന്നും രവീന്ദ്ര ജഡേജയ്ക്കില്ല. ഒരു പക്ഷേ അത് ആ ഒരു പുള്ളിയായിട്ട് നിൽക്കുന്ന ഒരു രീതിയിലും ഒക്കെ ആയിരിക്കും. ഇപ്പോൾ 37 വയസ്സായ ഏറ്റവും സീനിയർ ആയിട്ടുള്ള ഒരു പ്ലെയറാണ് ഇന്ത്യൻ ക്രിക്കറ്റിൽ. പക്ഷേ എപ്പോഴും യങ്സ്റ്റേഴ്സിൻ്റെ കൂട്ടത്തിൽ കൂട്ടാൻ പറ്റുന്ന ഒരു പ്ലെയറായിട്ടാണ് ബോഡി ലാംഗ്വേജ് കൊണ്ട് മൊത്തത്തിൽ രവീന്ദ്ര ജഡേജ നിൽക്കുന്നത്. അതുകൊണ്ട് തന്നെ ആ ഒരു ഇമ്പോർട്ടൻസ് നമ്മൾ രവീന്ദ്ര ജഡേജയ്ക്ക് വിരാട് കോഹ്ലിക്കൊപ്പമോ അല്ലെങ്കിൽ ഈവൻ ജസ്പ്രീത് ബുംറയ്ക്കൊപ്പം പോലുള്ള ഒരു ഇമ്പോർട്ടൻസ് രവീന്ദ്ര ജഡേജ കൊടുത്തിട്ടില്ല. ബട്ട് ഹീ ഈസ് വൺ ഓഫ് ദ ലെജൻഡ്സ് ഓഫ് ഇന്ത്യൻ ടെസ്റ്റ് ക്രിക്കറ്റ് എന്ന് നാളെ ഒരു ഐക്കോണിക് ആയിട്ടുള്ള ഒരു അച്ചീവ്മെൻറ്റിലേക്ക് രവീന്ദ്ര ജഡേജ നടക്കുകയാണ്. സോ നാലാമതായിട്ട് ഈ ഒരു അച്ചീവ്മെൻറ്റ് നേടുന്ന ഇന്ത്യക്ക് ഇതിനു മുമ്പ് കപിൽ ദേവ് മാത്രമേ നേടിയിട്ടുള്ളൂ. സോ ഇറ്റ്സ് എ ഗ്രേറ്റ് അച്ചീവ്മെൻറ്റ്. സോ ഇന്നത്തെ ദിവസത്തെ സംബന്ധിച്ച് ഈ 3 സെഞ്ചുറീസ് ഇന്ത്യയെ സംബന്ധിച്ച് ഒന്നിനു മേളിൽ ഒന്നായിട്ടുള്ള ഈ സെഞ്ചുറീസ് ഇന്ത്യയെ സംബന്ധിച്ച് വളരെ അഡ്വാൻറ്റേജ് ആണ്. ഇന്ത്യ 448-ന് 5 എന്നുള്ളൊരു പൊസിഷനിലാണ്. ഇപ്പോൾ വാഷിങ്ടൺ സുന്ദർ ബാറ്റ് ചെയ്യുന്നത്. നാളെ ഒരുപക്ഷെ ബാറ്റ് ചെയ്ത് വാഷിങ്ടൺ സുന്ദറും ഒരു നല്ലൊരു സ്കോറിലേക്ക് എത്താനായിട്ട് സാധ്യതയുണ്ട്. ഇന്ത്യ ഒരു ഇന്നിങ്സ് കൊണ്ട് ഈ കളി നിർത്താനാണ് സാധ്യത കൂടുതൽ. ഒരു മാക്സിമം ബാറ്റ് ചെയ്യുക, ഒരു ഇന്നിങ്സ് കളിക്കുക, തിരിച്ച് വെസ്റ്റ് ഇൻഡീസിനെ ബാറ്റ് ചെയ്യാൻ വിട്ടിട്ട് എറിഞ്ഞ് തീർക്കുക എന്നുള്ളതായിരിക്കും ഇന്ത്യയുടെ ഒരു ഇതെന്ന് പറയുന്നത്. ഇപ്പോൾ ഇന്ത്യക്ക് 286 എന്ന് പറയുന്ന ഒരു ലീഡുണ്ട്. സോ അതൊരു 350 എല്ലാം ആക്കുമായിരിക്കും ഒരു പക്ഷേ. സത്യം പറഞ്ഞാൽ എത്ര ആവശ്യമുണ്ടോ, ഇനി അങ്ങോട്ട് ഈ പിച്ച് ഉടഞ്ഞുകൊണ്ടിരിക്കുകയാണ്. ഇനി 3-ാം ദിവസം നാളെയും കൂടെ
കുറച്ച് സപ്പോർട്ട് ചെയ്യും. 4-ാം ദിവസം ആയിക്കഴിഞ്ഞാൽ സ്പിന്നിന് ഒരുപാട് സപ്പോർട്ട് ചെയ്യുന്നൊരു പിച്ചായിട്ട് ഇത് മാറും. അപ്പോൾ പിന്നെ വെസ്റ്റ് ഇൻഡീസ് ബാറ്റ്സ്മാൻമാർക്ക് ഇന്ത്യൻ സ്പിന്നേഴ്സിൻ്റെ മുന്നിൽ ഉത്തരം പോലും ഇല്ലാതായി പോകും. സോ അതുകൊണ്ട് 400 സ്കോറിലേക്ക് പോകണോ എന്ന് എനിക്കറിയില്ല. ഒരുപക്ഷെ ഇന്ത്യ പോകുമായിരിക്കും, എല്ലാവർക്കും ബാറ്റിങ്ങിന് അവസരം കിട്ടുന്നത് കൊണ്ട് പോകുമായിരിക്കും. അല്ലെങ്കിൽ ഈ ടെസ്റ്റ് ഒരു 4-ാം ദിവസത്തേക്കെങ്കിലും എത്തിക്കാൻ വേണ്ടിയിട്ട് ഇന്ത്യക്ക് വേണമെന്നുണ്ടെങ്കിൽ ബാറ്റ് ചെയ്യാം. ഒരു 400-450 വരെയൊക്കെ ബാറ്റ് ചെയ്യാന്നുള്ളതേ ഉള്ളൂ. അല്ലാതെ ഒരു കഥയില്ല. വെസ്റ്റ് ഇൻഡീസ് മാക്സിമം ട്രൈ ചെയ്യുന്നുണ്ട്. പക്ഷേ ഒരു കൾച്ചറില്ല. നമ്മൾ പാകിസ്ഥാൻ്റെ കാര്യത്തിൽ പറഞ്ഞ തന്നെ ഒരു കൾച്ചറില്ലാതെ ഇതൊരു ഓവർ ദ നൈറ്റ് വരുന്ന ഒരു സംഭവമല്ല. പ്രത്യേകിച്ചും ടെസ്റ്റ് ക്രിക്കറ്റിൽ അവർ വളരെ യങ്ങായിട്ടുള്ള ഒരു ടീമാണ്. അവർക്കൊരു 30-ന് മേളിൽ ആവറേജുള്ള ബാറ്റ്സ്മാൻമാരില്ല. അതുപോലെ തന്നെ സ്പിന്നേഴ്സ് എല്ലാം ഇൻഎക്സ്പീരിയൻസ്ഡ് ആയിട്ടാണ്. അതുപോലെ തന്നെ പേസ് ബോളേഴ്സും. സോ അതുപോലെ തന്നെ അവരുടെ ഏറ്റവും മികച്ച 2 പേസ് ബോളേഴ്സ് ഇല്ലാതെയാണ് അവർ കളിക്കുന്നത്. സോ അങ്ങനെ ഒരു സാഹചര്യത്തിൽ ദേ ആർ ട്രൈയിങ്. പക്ഷേ ഇന്ത്യ പോലൊരു വേൾഡ് ക്ലാസ് ടീമിൻ്റെ മുമ്പിൽ അവർക്ക് പ്രത്യേകിച്ചൊന്നും ഉത്തരങ്ങളില്ലാതെ നിൽക്കുന്ന ഒരു കാഴ്ചയാണ് 2 ദിവസം നമുക്ക് കാണാനായിട്ട് സാധിക്കുന്നത്. ഇനി നാളത്തെ ദിവസം അതിൽ പ്രത്യേകിച്ച് മാറ്റമൊന്നും ഉണ്ടാവുമെന്ന് തോന്നുന്നില്ല. ഈ ടെസ്റ്റ് ഇങ്ങനെയൊക്കെ തന്നെ അവസാനിക്കും എന്ന് തന്നെയാണ് തോന്നുന്നത്. പിന്നെ ഇന്ന് ഞാൻ പറഞ്ഞ പോലെ തന്നെ ധ്രുവ് ജുറേലിൻ്റെ ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള ബാറ്റിംഗ് കാണാൻ സാധിച്ചു. അതിൽ നിന്ന് രവീന്ദ്ര ജഡേജ നാളെ ഒരു ഐക്കോണിക് ആയിട്ടുള്ള അച്ചീവ്മെൻറ്റിലേക്ക് പോകുന്നത് നമുക്ക് കാണാനായിട്ട് സാധിക്കും. അങ്ങനെയുള്ള കുറേ പോസിറ്റീവ്സ് ഉണ്ട്. അങ്ങനെ ക്രിക്കറ്റിനെ അതിൻ്റെ ഉള്ളിൽ നിന്ന് അല്ലെങ്കിൽ ഓരോ ഷോട്ട് ബൈ ഷോട്ടൊക്കെ എടുത്ത് ആസ്വദിക്കുന്നവർക്ക് ആസ്വദിക്കാൻ നല്ലത്. ആസ് എ കോമ്പറ്റീഷൻ ഈ 2 ദിവസം ഒരു ചലഞ്ചിങ് ആയിട്ടില്ലായിരുന്നു. അങ്ങനെ ഒരു എൻജോയ്മെൻറ്റ് ഈ ഒരു ടെസ്റ്റ് ക്രിക്കറ്റിൽ ഇല്ലായിരുന്നു. ഒരു പക്ഷേ ആളും ഇല്ലായിരുന്നു. ഇന്നലെ ഞാൻ പറഞ്ഞ പോലെ തന്നെ ആളില്ലാത്തതിൻ്റെ കാര്യം പറഞ്ഞല്ലോ. ഒന്ന് ഗുജറാത്ത് ആയതുകൊണ്ട് അവിടെ ഇഷ്ടംപോലെ കളി വരുന്നതുകൊണ്ട് ഇങ്ങനെ ഒരു കളി കാണാൻ വരേണ്ട ആവശ്യമില്ല. അതുപോലെ തന്നെ വിരാട് കോഹ്ലി, രോഹിത് ശർമ്മ, ഇങ്ങനെ ആരും ഇല്ലാത്ത ഇന്ത്യയിലൊരു കളി നടക്കുമ്പോൾ അശ്വിൻ ഇവരൊന്നും ഇല്ലാത്തൊരു കളി നടക്കുമ്പോൾ സ്വാഭാവികമായിട്ട് ക്രൗഡ് പുള്ളിങ് കുറയും. അപ്പോൾ അതൊക്കെ റീസൺ ആയിരിക്കാം. എന്തായാലും ആളും ഇല്ല, കളിയൊരു ഇൻട്രസ്റ്റും ഇല്ല. അങ്ങനെ ഒരു രീതിയിലാണ് ഇപ്പോൾ പൊയ്ക്കൊണ്ടിരിക്കുന്നത്. എന്തായാലും ഒരു കാര്യം പറഞ്ഞു നിർത്താം. ഇന്ത്യൻ ക്രിക്കറ്റിൻ്റെ ഒരു ബാക്കപ്പ്, ഇന്ത്യൻ ക്രിക്കറ്റ് ഏത് രീതിയിലാണ് അവരുടെ റിസോഴ്സസ് ബിൽഡ് ചെയ്തേക്കുന്നുള്ളത്, ഇറ്റ്സ് അമേസിങ്. ധ്രുവ് ജുറേൽ ഋഷഭ് പന്തിൻ്റെ ബാക്കപ്പായിട്ട് വന്നിട്ട് ഈ ഒരു പെർഫോമൻസ്, അതായത് പുതിയ പ്ലേയേഴ്സിന് അവസരം കൊടുക്കുക, അവർ വന്നിട്ട് പെർഫോം ചെയ്യുക. ബാക്കപ്പിലും ബെഞ്ചിലും ഇരിക്കുന്നവർ ഇത്രയും നല്ല പ്ലേയേഴ്സാണ്. സോ ദ എമൗണ്ട് ഓഫ് റിസോഴ്സസ് ഇന്ത്യ ഹാവ് കറൻ്റ്ലി അത് അമേസിംഗ് ആണ്. അടുത്തൊരു എനിക്ക് തോന്നുന്നു ഒരു 5 വർഷത്തേക്കോ ഈവൻ 10 വർഷത്തേക്കോ ഇന്ത്യൻ ക്രിക്കറ്റിനെ ഇങ്ങനെ പച്ച പിടിപ്പിച്ച് നിർത്താൻ പറ്റിയിട്ടുള്ളൊരു റിസോഴ്സ് ഇപ്പോൾ തന്നെ ഇന്ത്യ ഉണ്ടാക്കി വെച്ചിട്ടുണ്ട് യങ്സ്റ്റേഴ്സായിട്ട്. സോ അടുത്ത ശോഭനമാണ് ഭാവി. അടുത്തൊരു 5-10 വർഷത്തേക്ക് ഇന്ത്യൻ ക്രിക്കറ്റ് എന്ന് പറഞ്ഞാൽ കത്തി നിൽക്കും. എങ്ങനെയാണോ ഓസ്ട്രേലിയ പണ്ട് ഡോമിനേറ്റ് ചെയ്തത് അതേനപ്പുറം ഇന്ത്യ ഡോമിനേറ്റ് ചെയ്യും തീർച്ചയായിട്ടും. അതിനുള്ള റിസോഴ്സും അതിനുള്ള പ്രൊഫഷണലിസം ഇമ്പോർട്ടൻ്റ്. റിസോഴ്സ് മാത്രം ഉണ്ടായിട്ട് കാര്യമില്ലല്ലോ. കോച്ചിങ് സ്റ്റാഫ്സ് ആയാലും അതുപോലെ തന്നെ മൊത്തത്തിലുള്ള മാനേജ്മെൻ്റ് ആയാലും പ്രൊഫഷണലായിട്ട് കളിയെ കാണുന്നു. എന്താണോ വേണ്ടത് ടീം സെലക്ഷൻ്റെ കാര്യത്തിലും അതുപോലെ തന്നെ കറക്റ്റായിട്ടുള്ള അധികം വിവേചനമൊന്നും ഇല്ലാത്ത രീതിയിലാണ് ടീം സെലക്ഷൻസ് നടക്കുന്നത്. എല്ലാവർക്കും അവസരം കിട്ടുന്നു എന്നൊക്കെ ഉള്ളത് ഇന്ത്യയെ സംബന്ധിച്ച് മറ്റിപ്പോൾ പാകിസ്ഥാനൊക്കെ കമ്പയർ ചെയ്യുമ്പോൾ ഉള്ള കാര്യം പറയുന്നത്. അപ്പോൾ അങ്ങനെ ഒരു പക്ഷാഭേദമൊന്നും അധികം ഇന്ത്യൻ ക്രിക്കറ്റിൽ ഇപ്പോൾ ഉള്ളതായിട്ട് എനിക്ക് തോന്നുന്നില്ല. എല്ലാവർക്കും അവസരങ്ങളുണ്ട്, പക്ഷേ ഒരുപാട് കാത്തിരിക്കേണ്ടി വരും. കാരണം ഇപ്പോൾ ധ്രുവ് ജുറേൽ കാത്തിരിക്കുന്നത് ഋഷഭ് പന്തിന്, അതുപോലെ ഒരു ഉദാഹരണമാണ് അക്സർ പട്ടേൽ. ഇപ്പോൾ രവീന്ദ്ര ജഡേജ ഇത്രയും ക്ലാസിക് ആയിട്ടുള്ള ഇന്ത്യൻ ഓൾറൗണ്ടർ എന്ന് പറയുമ്പോൾ അക്സർ പട്ടേൽ കാത്തിരിക്കുകയാണ് രവീന്ദ്ര ജഡേജയ്ക്ക് ശേഷം വന്നിട്ട് കളിക്കാൻ വേണ്ടിയിട്ട്. സോ അവസരങ്ങൾ വളരെ കുറവായതുകൊണ്ട് തന്നെ ആൾക്കാർക്ക് അവസരം കിട്ടാൻ ഇച്ചിരി ബുദ്ധിമുട്ടുണ്ട്. അതായത് പ്രതിഭയുടെ അതിധാരാളിത്തം ഉള്ളതുകൊണ്ട്. അതല്ലാതെ നോക്കുകയാണെന്നുണ്ടെങ്കിൽ അങ്ങനെ ഒരു നിഷേധമൊന്നും അധികം ഉള്ളതായിട്ട് എനിക്ക് തോന്നുന്നില്ല. അതുകൊണ്ട് മാത്രം കിട്ടുന്ന അവസരങ്ങൾ വിനിയോഗിക്കേണ്ടി വരുമെന്നുള്ളത് കൊണ്ട് തന്നെ എന്തായാലും ഭാവി ശോഭനമാണ്. ആ ഒരു കാര്യത്തിൽ ഒരു സംശയമില്ല. ഇന്നത്തെ ധ്രുവ് ജുറേലിൻ്റെ ബാറ്റിംഗ് കണ്ടപ്പോൾ അങ്ങനെയാണ് തോന്നിയത്. അപ്പോൾ അതാണ് 2ാം ദിവസത്തെ റിവ്യൂ. വീണ്ടും മറ്റൊരു ക്രിക്കറ്റ് റിലേറ്റഡ് ആയിട്ടുള്ള വീഡിയോയിൽ കാണുന്നവരെ ബൈ.